Welcome to Thasni's kitchen. ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സമൂസ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഏത് ഫില്ലിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഫില്ലിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. വെജിറ്റബിൾ ആണെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അല്പം ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് വലിയൊരു സവാള കുഞ്ഞായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഓരോ 1/4 ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓൾറെഡി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ 2 ചെറിയ പൊട്ടറ്റോ ആണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മാജിക് മസാലയാണ്. ഞാൻ ആദ്യം ഒരു 1/4 ടീസ്പൂണും വീണ്ടും ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് അങ്ങനെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ റമദാൻ പ്രീ പ്ലാനിങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, ആ ഒരു മാജിക് മസാലയുടെ റെസിപ്പി. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 15ഓളം സോയ ചങ്ക്സ് ആണ്. അതൊന്ന് ഉപ്പിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിഴിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ആയിട്ടൊന്ന് വഴറ്റി ആ ഒരു സോയ ചങ്ക്സിലേക്ക് ആ ഒരു മസാല പിടിക്കുന്ന പരുവത്തിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയില കറിവേപ്പിലയൊക്കെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൈദ ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് സമൂസ ഷീറ്റാണ്. അപ്പോൾ സമൂസ ഷീറ്റ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഈ ഒരു റമദാൻ പ്രീ പ്ലാനിങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ മതി. ഇതുപോലെ സമൂസ ഷീറ്റ് ക്രോസ് ആയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മസാല വെച്ച് കൊടുത്ത് അതിന് മുകളിലേക്ക് ചെറിയ ആ ഒരു പാർട്ട് 2 ഭാഗവും ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഈ നീളത്തിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഓല ഒരു 5 റിബണായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. 5ഓ 6ഓ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ അത്രയും കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ എത്ര റിബണാണോ കട്ട് ചെയ്യുന്നത് അത്രയും എണ്ണം തന്നെയാണ് അപ്പുറം ഭാഗത്തുള്ള ആ ഒരു ഷീറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇനി ഇത് നമ്മൾ നമ്മുടെ പായയൊക്കെ മടിഞ്ഞെടുക്കുന്നത് പോലെ ഒന്ന് മടിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിങ്ങനെ ശരിക്കും നമ്മൾ ആ ഒരു പായ മടയുന്നത് പോലെ ഒന്നിൻ്റെ അടിയിൽ പിന്നെ ഒന്നിൻ്റെ മുകളിൽ വീണ്ടും അതിൻ്റെ അടിയിൽ അങ്ങനെയായിട്ട് ഓരോന്നും വെച്ച് കൊടുക്കുക. അപ്പോൾ കാണാനൊരു വെറൈറ്റി, പിന്നെ അതുപോലെ സാധാ സമൂസനേക്കാളും ഒന്നും കൂടെ ക്രിസ്പി ആയിട്ടാണ് നമുക്ക് ഈ ഒരു സമൂസ കിട്ടുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലുള്ള റിബണ് മടഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ മറുവശത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബൈൻഡിങ്ങിന് റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മൈദ മിക്സ് ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ആ ഒരു റിബൺ ഇതിനകത്തേക്ക് ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സ്ക്വയർ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആ ഒരു മസാല തീരുന്നത് വരെ സമൂസ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു സമൂസ കൂടെ ഞാനിതുപോലെ ഫോൾഡ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് നമ്മുടെ ആ ഒരു മൈദ മിക്സ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലെടുത്ത് മെടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് മടഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമൂസയെ നമ്മളിവിടെ മടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ഭാഗം ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മടഞ്ഞെടുത്തിട്ടുള്ള ഓരോ സമൂസയും ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മടഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഓരോ സമൂസയും നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരാം. 2 സൈഡും ഒന്ന് ബ്രൗൺ കളറാക്കിയതിന് ശേഷം നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സമൂസയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ചൂസ് ചെയ്തെന്ന് മാത്രം. വെജിറ്റബിൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ഒരു മാജിക് മസാലയുടെ റെസിപ്പി ഞാൻ റമദാൻ പ്രീ പ്ലാനിങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ അവിടെ പോയിട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ സമൂസയൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സമൂസയാണ്. കാണാനും നല്ല ഭംഗിയാണ്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി ഇതുപോലെ മെടഞ്ഞെടുത്തില്ലെങ്കിലും ഈ ഒരു ഫില്ലിങ്ങിൽ നിങ്ങളൊന്ന് സമൂസ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.